നമസ്കാരം. ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ച സംസ്ഥാനത്ത് പച്ചക്കറിയുടെയും മീനിന്റെയും വില കുതിക്കുന്നു. കടുത്ത ചൂടും സമയം തെറ്റിയുള്ള മഴയും കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതാണ് പച്ചക്കറിയുടെ വില ഉയരാൻ കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു. ട്രോളിംഗ് നിരോധനം കാരണം മത്സ്യലഭ്യത കുറഞ്ഞതാണ് മീനിന്റെ വില വർദ്ധിക്കാൻ കാരണം. തക്കാളിയുടെ ചില്ലറ വില കിലോഗ്രാമിന് 100 രൂപയായിരിക്കുകയാണ്. മുരിങ്ങക്കായുടെ വില കിലോഗ്രാമിന് 200 രൂപ വരെയാണ് വില വർദ്ധിച്ചത്. ബീൻസ് 140, ഇഞ്ചി 200, ക്യാരറ്റ് 120 എന്നിങ്ങനെയാണ് മറ്റ് പച്ചക്കറികളുടെ ഉയർന്ന വില. ജനപ്രിയ മീനായ മത്തിക്ക് കിലോഗ്രാമിന് 300 മുതൽ 400 രൂപ വരെയാണ് വില. കാഞ്ഞാണി അന്തിക്കാട് മെയിൻ റോഡിൽ കനാൽ പാലം ബസ് സ്റ്റോപ്പിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. റോഡിൽ ഉള്ള വെള്ളക്കെട്ട് മൂലം കാൽനടയാത്രക്കാരും സ്കൂൾ കുട്ടികളും ദുരിതത്തിലാണ്. റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ കാൽനടയാത്രക്കാരുടെ ദേഹത്ത് വെള്ളം തെറിപ്പിച്ചുകൊണ്ടാണ് കടന്നുപോകുന്നത്. വാട്ടർ അതോറിറ്റി അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് മണലൂർ പഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് ഈ പൈപ്പ് കനാൽപാലം ബസ് സ്റ്റോപ്പ് പരിസരത്ത് പൈപ്പ് ലീക്കാണ്. അപ്പൊ അത് നമ്മള് ഈ റോഡിന്റെ 2 വർക്കുകളും BM-ഉം BSC-യും പൂർത്തീകരിച്ചു. അപ്പൊ ഇവിടെ പമ്പിങ് ആരംഭിക്കുന്ന സമയത്ത് മാത്രം അത് ചില വ്യക്തികൾ പറഞ്ഞ് കനാൽ പാലത്തിൽ നിന്ന് വെള്ളം ലീക്ക് ചെയ്ത് വരികയാണെന്ന് പറയണത്. പക്ഷെ അതല്ല, ഈ അമൃതം കുടിവെള്ള പദ്ധതി ഗുരുവായൂരിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ മാത്രം ഇവിടെ പൈപ്പ് ലൈൻ ലീക്ക് ഉണ്ട്. അത് വാട്ടർ അതോറിറ്റിയുടെ അധികൃതരുടെ ഉദ്യോഗസ്ഥന്മാർ മുൻകൈ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പരിഹരിച്ചു തരണം. അല്ലെങ്കിൽ ഇവിടെ റോഡ് ആകെ പൊട്ടിപ്പൊളിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. താന്യം പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, പൊതുകാനകൾ വൃത്തിയാക്കി വെള്ളക്കെട്ട് ഒഴിവാക്കുക, സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. ഭരണസമിതി ആകാശപാതയിലൂടെയാണോ സഞ്ചരിക്കുന്നതെന്ന് തോന്നും വിധം ആകെ താറുമാറായ ഭരണമാണ് താന്യം പഞ്ചായത്തിൽ നടക്കുന്നതെന്ന് സുനിൽ ലാലൂർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് നേതാക്കളായ VK പ്രദീപ്, ആൻഡോ തൊറയൻ, VK സുശീലൻ, CT ജോസ്, മിനി ജോസ്, ശിവജി കൈപ്പള്ളി എന്നിവർ സംസാരിച്ചു. ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിയിലെ അംഗങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റും കണ്ണും കാതും കേൾക്കാൻ കഴിയുന്ന ആളുകളാണ് എന്ന് നമുക്കറിയാം. കണ്ണും കാതും കേൾക്കാൻ കഴിയുന്ന ആളുകളാണ് പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകളാണെന്നറിയാം. പക്ഷേ അവർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി കണ്ണ് കാണാൻ കഴിയില്ല, ചെവി കേൾക്കാൻ കഴിയില്ല. അവർക്ക് മൊത്തം പ്രശ്നമാണ് പിണറായി വിജയന്റെ പ്രേതം ബാധിച്ചിരിക്കുകയാണ്. കാണുന്ന ആളുകളോട് മുഴുവൻ ദാക്ഷ്യമാണ്, പഞ്ചായത്തിൽ വരുന്ന ആളുകളോട് ധിക്കാരമാണ്. ഇവിടെ 6ഉം 7ഉം ചക്രത്തിൽ പോരായി കഴിഞ്ഞ കുറെ കാലമായി ഭരിക്കുകയാണ്. 40 കൊല്ലമായി 6 ഭരണപക്ഷത്തിലുള്ള ആളുകൾ, 7ഉം ഭരണപക്ഷത്തിലുള്ള ആളുകൾ, 13 ഭരണപക്ഷത്തിൽ അംഗങ്ങൾ. ഇവർ ഭരിക്കുന്ന ഈ പഞ്ചായത്തിൽ ഇവരുടെ ചക്രത്തിൽ പോരാണ് നടക്കുന്നത്. CPI-യും തമ്മിൽ. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ സ്ത്രീകൾക്കും കൗമാരക്കാരായ പെൺകുട്ടികൾക്കുമുള്ള പോഷകാഹാര കിറ്റ് വിതരണം നടത്തി. ആരോഗ്യമുള്ള ഭാവിക്ക് ആരോഗ്യമുള്ള വനിത എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തളിക്കുളം പഞ്ചായത്തിലെ സ്ത്രീകളിൽ അനീമിയ ടെസ്റ്റ് നടത്തിയ ശേഷം 300 സ്ത്രീകൾക്കാണ് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തത്. അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, ഉണക്കമുന്തിരി, ഈന്തപ്പഴം, അയൺ ടാബ്ലറ്റ് എന്നിവ അടങ്ങിയ കിറ്റാണ് ഓരോരുത്തർക്കും നൽകിയത്. പോഷകാഹാരക്കുറവ് മൂലം സ്ത്രീകൾക്കുണ്ടാകുന്ന വിളർച്ച ഇല്ലാതാക്കി ഊർജ്ജസ്വലരായ വനിതകളെ വാർത്തെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ആഗ്രഹിച്ചതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ ജില്ലയിൽ വിവ എന്ന് പറയുന്ന വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് സംസ്ഥാനത്തെമ്പാടും സ്ത്രീകളിലുള്ള അനീമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോഷകാഹാര കുറവുള്ള വിളർച്ച ബാധിച്ച സ്ത്രീകളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി ഒരു പദ്ധതി സർക്കാർ നടപ്പിലാക്കിയത്. പക്ഷേ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അതിനു മുൻപേ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കല ടീച്ചർ, വാർഡ് മെമ്പർമാരായ സിംഗ് വാലത്ത്, സന്ധ്യ മനോഹരൻ, സുമന ജോഷി, തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഫീർ, ഡോക്ടർ അജയ് രാജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ്, ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ KS അനീഷ എന്നിവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസറും നിർവഹണ ഉദ്യോഗസ്ഥയുമായ KS സിനി പദ്ധതി വിശദീകരണം നടത്തി. NCPS നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി അന്താരാഷ്ട്ര വായനാ ദിനാചരണം നടത്തി.
വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിൽ നടന്ന വായന ദിനാചരണത്തിൽ വെച്ച് NCPS ജില്ലാ ജനറൽ സെക്രട്ടറി PSP നസീർ പത്രങ്ങൾ നൽകി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് കാസിം, ഫിറോസ്, സുൽത്താൻ, ആയിഷ മുഹമ്മദ് അലി, ശൈലജ എന്നിവർ സംസാരിച്ചു. എല്ലാ വീടുകളിലും ഞങ്ങളിന്ന് പത്രവുമായി ബന്ധപ്പെട്ട് വായനയുടെ വേറൊരു തലത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുക എന്ന ഉദ്ദേശം ലക്ഷ്യമാക്കിക്കൊണ്ട് NCPSൻ്റെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലാ ത്രോബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റായി ചന്ദ്രാപിന്നി SN വിദ്യാഭവനിലെ V ഉണ്ണികൃഷ്ണനെയും സെക്രട്ടറിയായി അതിരപ്പള്ളി നോട്ടർഡാം സ്കൂളിലെ IM പ്രവീൺ കുമാറിനെയും തെരഞ്ഞെടുത്തു. തൃശൂർ VK മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ജില്ലാ ത്രോബോൾ അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം ചേർന്നത്. ഇതോടെ ഉച്ചവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.